ഡോ ഇങ്ങനെ ആലോചിച്ചിരിക്കാനാണോ താൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. തനിക്ക് എന്നോട് എന്തും പറഞ്ഞുകൂടാടോ, പിന്നെ എന്തിനാ ഞാൻ നെർവസ് ആവുന്നേ? പക്ഷേ താൻ വിചാരിക്കുന്ന പോലെ ഇതൊരു നിസ്സാരമായ കാര്യമല്ല. താൻ കാര്യം പറ, അതിനുശേഷം അല്ലേ നിസ്സാരമാണോ അല്ലെന്ന് തീരുമാനിക്കുന്നത്. ഞാൻ മഹീനെ പറ്റി പറഞ്ഞിട്ടില്ലേ? അതെ, ആ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ, പിന്നെന്താ? മഹി തിരിച്ചു വന്നു, എന്നെ വീണ്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞു, കുറെ സോറിയൊക്കെ പറഞ്ഞു. ഓഹോ, നല്ല കാര്യം. താൻ ഹാപ്പി ആയില്ലേ, പിന്നെന്താ? അത് മാത്രല്ല, ഞങ്ങൾ ഇന്നലെ മീറ്റ് ചെയ്തു. എടോ, എക്സിനെ കണ്ടെന്നോ സംസാരിച്ചെന്നോ പറഞ്ഞ് തന്നെ വഴക്ക് പറയുന്നൊരു ക്ലീശ കാമൂലൊന്നും അല്ലേ. ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അക്ഷയ്, ഞാനും മഹിയും തമ്മിൽ. ഓ, താനെ ബാക്കി പറയണ്ട, എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എന്താ പറയാൻ വരുന്നത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇന്നലെയും ഉണ്ടായി. ഐ എം നോട്ട് വിർജിൻ. എനിക്ക് മനസ്സിലായടോ, മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിലെന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. പിരിഞ്ഞവർ തമ്മിൽ വീണ്ടും കാണുമ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. തൻ്റെ പാസ്റ്റ് അറിഞ്ഞിട്ടല്ല ഞാൻ തന്നെ സ്നേഹിച്ചത്. അത് ഞാൻ തന്നോട് ചോദിച്ചിട്ടുമില്ല. കാരണം തൻ്റെ മനസ്സെനിക്കറിയാവുന്നതുകൊണ്ടാണ്. എന്നിട്ടും താൻ ഇന്നലെ മഹിയെ മീറ്റ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഹേർട്ടായടോ. നമ്മുടെ കല്യാണമാണ്, നമ്മുടെ റിലേഷൻഷിപ്പിലുമായിരുന്നു. എന്നിട്ടും താനതൊന്നും ഓർത്തില്ല. ഇറ്റ്സ് ഓക്കെ. അക്ഷയ്, എനിക്കറിയാം ഞാൻ തന്നെ ചീറ്റ് ചെയ്യുമായിരുന്നെന്ന്. ആ കുറ്റബോധം കൊണ്ടാണ് ഇതെല്ലാം അവൻ തുറന്നു പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് തന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. തൻ്റെ കൂടെയുള്ള മൊമെന്റ്സ് ആണ് എൻ്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് തന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന്. വൈകിപ്പോയെന്നറിയാം, പക്ഷെ എന്നെ വെറുക്കരുത് പ്ലീസ്. വെറുക്കാനോ? എനിക്കൊരിക്കലും തന്നെ വെറുക്കാൻ കഴിയില്ലല്ലോ. താൻ നല്ല കുട്ടിയാണ്. മഹി ഭയങ്കര ലക്കിയാണ്. എനിക്കാ ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനിയുള്ള ജീവിതം നന്നായി ആസ്വദിക്കാൻ പറ്റട്ടെ. പക്ഷേ എനിക്ക് താൻ വിഷമിക്കണ്ടോ. എനിക്ക് സങ്കടമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. മഹി തിരിച്ചു വന്ന സ്ഥിതിക്ക് തൻ്റെ ലൈഫിൽ ഇനി എനിക്ക് വലിയ റോളൊന്നും ഇല്ലെന്നറിയാം. പിന്നെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞോളാം. താൻ കരയണ്ട. തൻ്റെ കരച്ചിൽ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പോകുന്നു.